എല്ലാ കൂട്ടുകാർക്കും ഫ്ലേവർ ലോക്കിൻ്റെ പുതിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇത് പാലക്കാടൻ സ്പെഷ്യലായിട്ടുള്ള ഒരു മൊളോഷ്യൻ കറിയുടെ റെസിപ്പിയാണ്. സംഭവം വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ വളരെ കുറച്ച് സമയം മതി ഇത് ഉണ്ടാക്കിയെടുക്കാനും. നമുക്ക് നോർമലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള മുരിങ്ങക്കായ, പിന്നെ ഉരുളക്കിഴങ്ങ്, അതുപോലെ അവരയ്ക്ക, ഇന്ന് അടുക്കളത്തോട്ടത്തിൽ നിന്ന് ഫ്രഷായി കിട്ടിയിട്ടുള്ള കുറച്ച് അവരയ്ക്ക ആയതുകൊണ്ട് അത് വെച്ച് തന്നെ മൊളോഷ്യ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് നന്നായി തൊലിയെടുത്തതിന് വൃത്തിയാക്കിയതിന് ശേഷം, ഞരമ്പ് പോലുള്ളതെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് നന്നായി കഴുകിയെടുത്തിട്ട് കുറച്ച് വെള്ളവും മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് ഒരു പകുതി വേവിൽ വേവിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് ഉടഞ്ഞു പോവാതെ സൂക്ഷിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച പരിപ്പ് ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാൻ ഒരു വലിയ പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്, കാരണം ഇതിലേക്ക് വേണ്ട ഒരു തേങ്ങയുടെ അരപ്പ് കൂടി ചേർക്കാനുണ്ട്. തേങ്ങ നന്നായി അരച്ചെടുത്തതിന് ശേഷം അത് 1 കപ്പ്, എന്നിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടി 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല, അപ്പോൾ നല്ല അത്യാവശ്യം എരിവ് വേണം, അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം കൂടി ചേർക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇനി ഉപ്പ് ആവശ്യമെങ്കിൽ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഈ ഒരു പേസ്റ്റാണ് നമ്മൾ മുളക് മെയിനായിട്ടുള്ളൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി ഇത് ചേർത്തിട്ട് നല്ല രീതിയിൽ തിളപ്പിക്കാൻ പാടില്ല. ഒരു 5 മിനിറ്റ് ആ തേങ്ങയുടെ പച്ചച്ചുവ മാറുന്നത് വരെ വെച്ച് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് എല്ലാ മസാലയും അവരക്കയിലേക്ക് നമ്മൾ പിടിക്കുന്ന പോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്, താളിപ്പൊന്നുമില്ല. ഇതാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ളൊരു മൊളോഷ്യൻ കറി. ഇത് വെറുതെ ചോറിൻ്റെ കൂടെ തന്നെ കഴിക്കാനും അല്ലെങ്കിൽ കൂട്ടുകറിയായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ എപ്പോഴെങ്കിലും ടൈം കിട്ടുമ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.